നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മാസം നടക്കാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതും ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള ലീഗൽ ടൈംസ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കുക. What does stare disease refer to? Stare diseases refer to എന്താണ് ഈ stare diseases കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓവർ റൂളിംഗ് പാസ്റ്റ് ഡിസിഷൻസ് ആണോ, അതോ എ ന്യൂ ലാ ആണോ, അതോ ലെറ്റ് ദ ഡിസിഷൻ സ്റ്റാൻഡ് എന്നാണോ, അതോ എ ഫോർമൽ ഓർഡർ ഫ്രം ദ കോർട്ട് ആണോ? എന്തായിരിക്കും stare diseases കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ലെറ്റ് ദ ഡിസിഷൻ സ്റ്റാൻഡ് എന്നുള്ള ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. നമുക്കൊരു എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് എന്താണ് stare decisis ഈസ് എ ലീഗൽ പ്രിൻസിപ്പിൾ വെയർ കോർട്സ് ഫോളോ ദ പ്രിസിഡൻസ് സെറ്റ് ബൈ പ്രീവിയസ് ഡിസിഷൻസ് ഇൻ സിമിലർ കേസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. എന്താണ് ലെറ്റ് ദ ഡിസിഷൻ സ്റ്റാൻഡ് എന്നാണ് ഈ പറയുന്ന ലീഗൽ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ ടേം റെസ് ജുഡീഷ്യറ്റ മീൻ? അപ്പോൾ ഈ പറയുന്ന ലീഗൽ ടൈം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അണ്ടർ ട്രയൽ ആണോ, അതോ ലെറ്റ് ദ ബയർ ബിവെയർ ആണോ, അതോ എ മാറ്റർ ഓൾറെഡി ജഡ്ജഡ് ആണോ, അതോ ലീഗൽ ഗാർഡിയൻഷിപ്പ് ആണോ? എന്തായിരിക്കും എ മാറ്റർ ഓൾറെഡി ജഡ്ജഡ് എന്നാണ് ഈ പറയുന്ന ടൈമിന്റെ അർത്ഥം. നോക്കുക. റെസ് ജുഡീഷ്യറ്റ ഈസ് എ ഡോക്ട്രിൻ ദാറ്റ് പ്രിവെന്റ്സ് ദ സെയിം കേസ് for being litigated again between the same parties once there has been a final judgment. ഇതാണ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എ മാറ്റർ ഓൾറെഡി ജഡ്ജ് എന്ന് വെച്ചാൽ ഓൾറെഡി തന്നെ ഇതിനോടകം തന്നെ വിധി പറയപ്പെട്ട മാറ്റർ എന്നാണ് റെസ് ജുഡീഷ്യറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കുക. Which of the following terms refers to a legal remedy to a wrongful act? ഇപ്പോൾ റോങ്ഫുൾ ആക്ടിന് ഒരു റെമഡി ആയിട്ടുള്ള ലീഗൽ റെമഡി ആയിട്ട് നമ്മൾ പറയുന്ന ആ ടേം എന്താണ്? എന്തായിരിക്കും? ഇൻജങ്ഷൻ എന്നാണ്. എന്താണ് ഇൻജങ്ഷൻ? ഇതാണ് കറക്റ്റ് ആൻസർ. നോക്കുക. ആൻ ഇൻജങ്ഷൻ ഈസ് എ കോർട്ട് ഓർഡർ ദാറ്റ് പ്രിവെന്റ്സ് സമ്മൺ ഫ്രം പെർഫോമിംഗ് എ സ്പെസിഫിക് ആക്ട്. ഇവിടെ കറക്റ്റ് ആൻസർ ഇൻജങ്ഷൻ ആണ്. അടുത്ത് നമുക്ക് നോക്കാം. വാട്ട് ഡസ് ആഡ് ലിറ്റം മീൻ? ആഡ് ലിറ്റം എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താണ്, അല്ലെങ്കിൽ ആ ലീഗൽ ടൈം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നോക്കുക. എഗൻസ്റ്റ് ദ ലോ ആണോ, അതോ ഫോർ ദ ലോ സ്യൂട്ട് ആണോ, അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് എന്നാണോ, അതോ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നാണോ? ഏതായിരിക്കും? ഫോർ ദ ലോ സ്യൂട്ട് അല്ലെങ്കിൽ ഫോർ ദ കേസ് എന്നാണ് ഈ പറയുന്ന ആഡ് ലിറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക. എക്സ്പ്ലനേഷൻ. ആഡ് ലിറ്റം ഈസ് എ ലാറ്റിൻ ടേം meaning for the lawsuit. It refers to a person appointed by the court to represent someone, such as a child or incapacitated individual, in legal proceedings. Okay, ഇതാണ് എന്താണ് ഈ പറയുന്ന ആഡ് ലിറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് എത്രയേ ചോദിക്കത്തുള്ളൂ. ഇതിന്റെ മീനിങ് എന്തായിരിക്കും? ഫോർ ദ ലോ സ്യൂട്ട് അല്ലെങ്കിൽ ഫോർ ദ കേസ് എന്നാണ് അർത്ഥം. ഇനി അടുത്ത് നോക്കുക. വാട്ട്സ് ദ മീനിങ് ഓഫ് സബ്ജുഡീസ്? സബ്ജുഡീസ് എന്ന് പറയുന്ന ആ ലീഗൽ ടേമിന്റെ അർത്ഥം എന്താണ്? എന്തായിരിക്കും? അണ്ടർ ട്രയൽ, വിചാരണയിൽ ഇരിക്കുന്നത്. അതാണ് സബ്ജുഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കേസ് വിചാരണയിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ആ വിചാരണയിലിരിക്കുന്ന കേസ് എന്ന രീതിയിൽ നമുക്ക് എന്ത് പറയാം? സബ്ജുഡീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. And നോക്കുക. സബ്ജുഡീസ് refers to a matter that is currently under judicial consideration and is therefore prohibited from public discussion elsewhere. അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ അത് പൊതുവായിട്ടുള്ള ഡിസ്കഷന് പ്രൊഹിബിറ്റഡുമാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ സബ്ജുഡീസ് എന്ന് പറയുന്നത്. അടുത്ത. വിച്ച് ടൈം റിഫേഴ്സ് ടു ആൻ ഇംപാർഷ്യൽ അഡ്വൈസർ ടു ദ കോർട്ട്? ഏത് ടൈമാണ് ഇംപാർഷ്യൽ അഡ്വൈസർ എന്ന് വെച്ചാൽ പക്ഷപാതമൊന്നും ഇല്ലാതെ ഉള്ളൊരു അഡ്വൈസർ ആർക്ക്? കോർട്ടിന്. അങ്ങനെ ഉള്ള ആ ടൈമിനെ നമുക്ക് എന്ത് വിളിക്കും? ആ ടൈം എന്താണ്? എന്തായിരിക്കും? അമിക്കസ് ക്യൂരി എന്നാണ്. അതാണ് അമിക്കസ് ക്യൂരി. ഓക്കെ, അപ്പോൾ എന്താണ് അമിക്കസ് ക്യൂരി? മീൻസ് എ ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. ചിലപ്പോൾ പരീക്ഷ ചോദിക്കാം ഫ്രണ്ട് ഓഫ് ദ കോർട്ട് എന്ന് പറയുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇംപാർഷ്യൽ അഡ്വൈസർ ആരാണ്,
അപ്പോൾ നമുക്കൊന്ന് പറയാം അമിക്കസ് ക്യൂറി എന്ന് പറയാം. ഇറ്റ് റെഫേഴ്സ് ടു someone who is not a party to a case but offers information or expertise that assists the court in making its decision. ഇവിടെ ഇമ്പാർഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് ദ കോർട്ട് ആരായിരിക്കും? അമിക്കസ് ക്യൂറി ആയിരിക്കും. ഓക്കെ, അടുത്തത് വാട്ട് ഡസ് കാവിയേറ്റ് മീൻ ഇൻ ലീഗൽ ടേംസ്? കാവിയേറ്റ് എന്ന് പറയുന്ന ലീഗൽ ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? വാണിംഗ് ഓർ ക്വാഷൻ എന്നാണ്. മുന്നറിയിപ്പ് അല്ലെങ്കിൽ എന്താണ് ക്വാഷൻ എന്നാണ് ഈ പറഞ്ഞ കാവിയേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, കാവിയേറ്റ് is a legal notice or warning to a court or public official to suspend a certain proceeding until the notifier is given a hearing. അതാണ് കാവിയേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? വാണിംഗ് ഓർ കോഷൻ. അടുത്ത് നോക്കുക, വാട്ട് ഡസ് റേഷ്യോ റെസിഡൻറ്റി റിഫർ ടു ഇൻ എ കോർട്ട് ജഡ്ജ്മെന്റ്? എന്താണ് റേഷ്യോ റെസിഡൻറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ദ റീസൺ ഫോർ ദ ഡിസിഷൻ എന്നാണ്. അതാണ് ദ റീസൺ ഫോർ ദ ഡിസിഷൻ. ഇതാണ് റേഷ്യോ ഡിസിഡൻറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, റേഷ്യോ ഡിസിഡൻറ്റി ഈസ് ദ ലീഗൽ റീസണിംഗ് ഓർ പ്രിൻസിപ്പിൾ അപ്പോൺ വിച്ച് എ കോർട്ട്സ് ഡിസിഷൻ ഈസ് ബേസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ബൈൻഡിങ് ഇൻ ഫ്യൂച്ചർ സിമിലർ കേസസ്. ഓക്കെ, അപ്പം ഇതാണ് റേഷ്യോ ഡിസിഡൻറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ദ റീസൺ ഫോർ ദ ഡിസിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കുക, വാട്ട്സ് ദ മീനിങ് ഓഫ് ഒബിറ്റർ ഡിക്റ്റ? എന്താണ് ഒബിറ്റർ ഡിക്റ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ലീഗൽ ടേം കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തായിരിക്കണം? റിമാർക്സ് മെയ്ഡ് ബൈ എ ജഡ്ജ്. അതായത് ഒരു കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വിധിന്യായത്തിൽ ഉൾപ്പെടുത്താതെ വരുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടില്ലാത്ത ഒരു ജഡ്ജിന്റെ റിമാർക്സിനെയാണ് നമ്മൾ അഭിപ്രായങ്ങളെയാണ് നമ്മൾ ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത്. അതൊരിക്കലും അങ്ങനെയുള്ള റെഫറൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങളോ ഒന്നും ജഡ്ജ്മെന്റിൽ കാണണമെന്നില്ല. അല്ലാതെ ഇങ്ങനെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഡ്ജ് പറയുന്ന ചില അഭിപ്രായങ്ങളെയാണ് നമ്മൾ ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ റിമാർക്സ് മെയ്ഡ് ബൈ എ ജഡ്ജ്, അതാണ് ഈ പറയുന്ന ഒബിറ്റർ ഡിക്റ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒബിറ്റർ ഡിക്റ്റ റിഫേഴ്സ് ടു ഒബ്സർവേഷൻസ് ഓർ കമന്റ്സ് മെയ്ഡ് ബൈ എ ജഡ്ജ് ദാറ്റ് ആർ നോട്ട് എസെൻഷ്യൽ ടു ഡിസിഷൻ ആൻഡ് ഡു നോട്ട് ഹാവ് ബൈൻഡിങ് അതോറിറ്റി. അല്ലേ, അത് ഈ പറയുന്ന അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോ ഒന്നും ഒരിക്കലും ഈ പറയുന്ന ജഡ്ജ്മെന്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ട് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? റിമാർക്സ് മെയ്ഡ് ബൈ എ ജഡ്ജ്. ഇനി അടുത്ത് നോക്കുക, വാട്ട് ഡസ് മാൽഫെസൻസ് റെഫർ ടു ഇൻ ലീഗൽ ടെർമിനോളജി? മാൽഫെസൻസ് എന്ന് പറയുന്നത് എന്താണ് ആ ലീഗൽ ടേമിന്റെ അർത്ഥം എന്താണ്? എന്തായിരിക്കും? ഇംപ്രോപ്പർ ഓർ ഇല്ലീഗൽ ആക്ഷൻ എസ്പെഷ്യലി ബൈ എ പബ്ലിക് ഒഫീഷ്യൽ. ഒരു പബ്ലിക് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിയോ അവർ ചെയ്യുന്ന ഇംപ്രോപ്പറായിട്ടോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയെ നമ്മൾ മാൽഫെസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇംപ്രോപ്പർ ഓർ ഇല്ലീഗൽ ആക്ഷൻ എസ്പെഷ്യലി ബൈ എ പബ്ലിക് ഒഫീഷ്യൽ. ഓക്കെ, നോക്കുക, മാൽഫെസൻസ് ഈസ് ദ കമ്മീഷൻ ഓഫ് ആൻ ആക്ട് ദാറ്റ് ഈസ് ഇല്ലീഗൽ ഓർ റോങ്ഫുൾ particularly by someone in a position of authority. Okay. അടുത്ത നോക്കുക, വാട്ട് ഡസ് ദ ടേം റെസ്റ്റിറ്റ്യൂഷൻ റെഫർ ടു ഇൻ ലീഗൽ ടേംസ്? റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? നോക്കുക, പേയ്മെന്റ് മെയ്ഡ് ബൈ എ ഡിഫെൻഡന്റ് ടു ദ വിക്ടിം ഫോർ ഹാം കാസ്റ്റ്. ഇതാണ് റെസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, റെസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ്സ് കോമ്പൻസേറ്റിംഗ് ദ വിക്ടിം ഓഫ് എ ക്രൈം ഓർ സിവിൽ റോങ് ബൈ ദ ഡിഫെൻഡന്റ് ഫോർ ദ ഹാം ദേ കാസ്റ്റ്. ഒരു ഇരയ്ക്കുണ്ടായ മാനഹാനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ അത് കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാകുന്ന സമയത്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്താണ് പേയ്മെന്റ് അല്ലേ, അല്ലെങ്കിൽ മാനനഷ്ട കേസിലേക്ക് അതാണല്ലോ സംഭവിക്കുന്നത്. മാനനഷ്ടത്തിന് കേസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഈ പറയുന്ന ആരാണോ അങ്ങനെ പറയുന്നത് അവരെന്ത് ചെയ്യണം? അത് ശരിയല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന എന്താണ് പൈസ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പം അതിനെ നമ്മൾ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം പേയ്മെന്റ് മെയ്ഡ് ബൈ എ ഡിഫെൻഡന്റ് ടു ദ വിക്ടിം ഫോർ ഹാം കാസ്റ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ, എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്ത് നോക്കുക, വാട്ട് ഈസ് മെൻ ബൈ മെൻസ് റിയ ഇൻ ക്രിമിനൽ ലോ? എന്താണ് മെൻസ് റിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? എ ഗിൽറ്റി മൈൻഡ് എന്നാണ്. അതാണ് എ ഗിൽറ്റി മൈൻഡ്. വാട്ട് ഈസ് മെൻ ബൈ മെൻസ് റിയ ഇൻ ക്രിമിനൽ ലോ? എന്തായിരിക്കും? എ ഗിൽറ്റി മൈൻഡ്. നോക്കുക, മെൻസ് റിയ ഈസ് എ ലീഗൽ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ മെന്റൽ സ്റ്റേറ്റ് ഓഫ് ഇന്റന്റ് ഓർ നോളജ് ഓഫ് റോങ് ഡൂയിങ്
while committing a crime. അല്ലേ? അപ്പം ആ കുറ്റബോധം അത് നമ്മൾ മെൻസ് റിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഗിൽറ്റി മൈൻഡ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ലീഗൽ ടേം റിഫേഴ്സ് ടു എ കോർട്ട്സ് ഓർഡർ എന്ത് ടു അപ്പിയർ ആൻഡ് ടെസ്റ്റിഫൈ? അതായത് കോടതി പറയുകയാണ്, കോടതിയിൽ വന്ന് കോടതിയിൽ അപ്പിയർ ചെയ്തിട്ട് ടെസ്റ്റിഫൈ ചെയ്യണം എന്ന് പറയുന്നുള്ള കോടതിയുടെ ഓർഡറിനെ ആ ഒരു ലീഗൽ ടൈം കൊണ്ടാണ് പറയുന്നത്. എന്തായിരിക്കും അത്? സബ് പോയിനയാണ്. എന്താണ് സബ് പോയിന? ഓക്കെ, അപ്പം എന്താണ്? എ സബ് പോയിന ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ഓർഡറിങ് സമ്മൺ ടു അറ്റൻഡ് കോർട്ട് ആൻഡ് പ്രൊവൈഡ് ടെസ്റ്റിമണി ഓർ പ്രൊഡ്യൂസ് എവിഡൻസ്. അല്ലേ? അതായത് കോടതി ഏതെങ്കിലും ഒരു വ്യക്തിയോട് പറയുകയാണ് എന്ത്, കോടതിയിൽ അറ്റൻഡ് ചെയ്യുകയും ഒപ്പം തന്നെ എന്താണോ തനിക്ക് പറയാനുള്ളത് അത് പറയുക, അല്ലെങ്കിൽ വേണ്ടുന്ന തെളിവ് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിന് കോടതി ഓർഡർ കൊടുക്കുന്ന ആ ഓർഡറിനെയാണ് നമ്മൾ സബ് പോയിന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വിച്ച് ലീഗൽ ടൈം റിഫേഴ്സ് ടു എ കോർട്ട്സ് ഓർഡർ ടു അപ്പിയർ ആൻഡ് ടെസ്റ്റിഫൈ? എന്തായിരിക്കും? സബ് പോയിന. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ദ ലീഗൽ മീനിങ് ഓഫ് ജൂറിസ്പ്രുഡൻസ്? അല്ലെ, ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നതിൻ്റെ ആ ലീഗൽ ടൈമിൻ്റെ മീനിങ് എന്താണ്? എന്തായിരിക്കും? ആ സ്റ്റഡി ഓഫ് ലോ ആൻഡ് ലീഗൽ തിയറി. ലോയുടെ അല്ലെങ്കിൽ ലീഗൽ തിയറിയെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ജൂറിസ്പ്രുഡൻസ് റിഫേഴ്സ് ടു തിയോറിറ്റിക്കൽ സ്റ്റഡി ഓഫ് ലോ, പ്രിൻസിപ്പിൾസ് ആൻഡ് ഫിലോസഫീസ് അണ്ടർലൈങ് ലീഗൽ സിസ്റ്റംസ്. ഓക്കെ, അടുത്ത് വാട്ട്സ് ദ മീനിങ് ഓഫ് പെർ ഇൻക്വയറിയം? പെർ ഇൻക്വയറിയം എന്ന് പറയുന്ന ലീഗൽ ടൈം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ആ ജഡ്ജ്മെന്റ് മെയ്ഡ് ത്രൂ ഓവർസൈറ്റ്. ഇപ്പം ജഡ്ജ്മെന്റ് മെയ്ഡ് ത്രൂ ഓവർസൈറ്റ് ആണ് പെർ ഇൻക്വയറിയം. ഓക്കെ, നോക്കുക. പെർ ഇൻക്വയറിയം റിഫേഴ്സ് ടു എ ജഡ്ജ്മെന്റ് given in ignorance of a relevant statutory provision or binding authority. ഓക്കെ, അതാണ് പെർ ഇൻക്വയറിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നോക്കുക. വാട്ട് ഡസ് ദ ടേം ടെസ്റ്റേറ്റർ മീൻ ഇൻ ലീഗൽ ലാംഗ്വേജ്? എന്താണ് ടെസ്റ്റേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടെസ്റ്റേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? എ പേഴ്സൺ ഹു മേക്സ് എ വിൽ. വിൽപത്രം എഴുതുന്ന ആ വ്യക്തി നമ്മൾ ടെസ്റ്റേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കുക എക്സ്പ്ലനേഷൻ. എ ടെസ്റ്റേറ്റർ ഈസ് സമ്മൺ ഹു ഹാസ് മേഡ് എ ലീഗലി വാലിഡ് വിൽ ബിഫോർ ദെയർ ഡെത്ത്. അടുത്ത് നോക്കുക. വിച്ച് ലീഗൽ പ്രിൻസിപ്പിൾ റിഫേഴ്സ് ടു ദ റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു നോട്ട് ബി ട്രൈഡ് അഗെയിൻ ഫോർ ദ സെയിം ഒഫൻസ് വൺസ് അക്വിറ്റഡ് ഓർ കൺവിക്റ്റഡ്? അതായത് ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ട അതേ കേസിൽ വീണ്ടും ശിക്ഷിക്കപ്പെടാതിരിക്കുവാനുള്ള ആ ഇതിനെ അല്ലെങ്കിൽ ആ ലീഗൽ പ്രിൻസിപ്പിളിനെ എന്തായിരിക്കും പറയുക? എന്തായിരിക്കും? ഡബിൾ ജിയോപാർഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡബിൾ ജിയോപാർഡി. അപ്പം എന്താണ്? വിച്ച് ലീഗൽ പ്രിൻസിപ്പിൾ റിഫേഴ്സ് ടു ദ റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു നോട്ട് ബി ട്രൈഡ് അഗെയിൻ ഫോർ ദ സെയിം ഒഫൻസ് വൺസ് അക്വിറ്റഡ് ഓർ കൺവിക്റ്റഡ്? എന്താണ്? ഡബിൾ ജിയോപാർഡി. നോക്കുക. ഡബിൾ ജിയോപാർഡി പ്രിവെന്റ്സ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ബീയിങ് പ്രോസിക്യൂട്ടഡ് ട്വൈസ് ഫോർ ദ സെയിം ക്രൈം വൺസ് അക്വിറ്റഡ് ഓർ കൺവിക്റ്റഡ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. വാട്ട് ഡസ് എസ്റ്റോപ്പൽ മീൻ? എസ്റ്റോപ്പൽ എന്ന് പറയുന്ന ആ ലീഗൽ ടൈം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? പ്രിവെൻഷൻ ഓഫ് ഫർദർ ക്ലെയിംസ് എന്നാണ്. എന്താണ് എസ്റ്റോപ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? പ്രിവെൻഷൻ ഓഫ് ഫർദർ ക്ലെയിംസ്. നോക്കുക. എസ്റ്റോപ്പൽ പ്രിവെന്റ്സ് എ പേഴ്സൺ ഫ്രം മേക്കിംഗ് ക്ലെയിംസ് ഓർ അസേർഷൻസ് that contradict their previous statements or actions when others have relied upon them. ഇതാണ് എസ്റ്റോപ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് എസ്റ്റോപ്പൽ? പ്രിവെൻഷൻ ഓഫ് ഫർദർ ക്ലെയിംസ്. എടുത്ത് നോക്കുക. വിച്ച് ലീഗൽ ടൈം റിഫേഴ്സ് ടു എ സർട്ടൻ ലോ പാസ്ഡ് ബൈ എ ലെജിസ്ലേറ്റീവ് ബോഡി? ഏതായിരിക്കും? ഇപ്പോൾ ലെജിസ്ലേറ്റീവ് ബോഡി എന്താണ് പാസ്സാക്കിയ റിട്ടൺ ലോയെ നമുക്ക് എന്ത് വിളിക്കാം? അല്ലെങ്കിൽ എന്ത് വിളിക്കാമെന്നല്ല, ആ റിട്ടൺ ലോയെ റെഫർ ചെയ്യുന്ന ലീഗൽ ടൈം ഏതാണ്? സ്റ്റാറ്റ്യൂട്ട് ആണ്. അതാണ് സ്റ്റാറ്റ്യൂട്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. നോക്കുക. എ സ്റ്റാറ്റ്യൂട്ട് ഈസ് എ ഫോർമൽ റിട്ടൺ ലോ ഇനാക്റ്റഡ് ബൈ എ ലെജിസ്ലേറ്റീവ് ബോഡി. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അടുത്ത നോക്കുക. വാട്ട് ഡസ് ഡ്യൂ ഡിലിജൻസ് റിഫർ ടു ഇൻ ലീഗൽ കോണ്ടെക്സ്റ്റ്?
എന്താണ് ഡ്യൂ ഡിലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? റീസണബിൾ സ്റ്റെപ്സ് ടേക്കൺ ടു അവോയ്ഡ് ഹാം. അല്ലേ? റീസണബിൾ സ്റ്റെപ്സ് ടു അവോയ്ഡ് ഹാം, അതാണ് ഡ്യൂ ഡിലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഡ്യൂ ഡിലിജൻസ് റെഫേഴ്സ് ടു ദ കെയർ എ റീസണബിൾ പേഴ്സൺ ഷുഡ് ടേക്ക് ബിഫോർ എൻറ്ററിങ് ഇൻ ടു എൻ അഗ്രിമെന്റ് ഓർ ട്രാൻസാക്ഷൻ. അല്ലേ? അപ്പോൾ അതാണ് എന്താണ് ഈ പറയുന്ന ഡ്യൂ ഡിലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു പിശക് പറ്റാതിരിക്കാനുള്ള റീസണബിൾ സ്റ്റെപ്സിനെയാണ് നമ്മൾ ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, വാട്ട് ഇസ് ദ ടൈം വിക്കാരിയസ് ലയബിലിറ്റി റെഫർ ടു? എന്താണ് വിക്കാരിയസ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ലയബിലിറ്റി ഓഫ് ആൻ എംപ്ലോയർ ഫോർ ദ ആക്ട്സ് ഓഫ് ദർ എംപ്ലോയി. ഒരു എംപ്ലോയർ അല്ലേ അദ്ദേഹത്തിൻ്റെ എംപ്ലോയി ചെയ്ത പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ ലയബിലിറ്റി ഏറ്റെടുക്കുന്നതിനെ നമ്മൾ വിക്കാരിയസ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ലയബിലിറ്റി ഓഫ് ആൻ എംപ്ലോയർ ഫോർ ദ ആക്ട്സ് ഓഫ് ദർ എംപ്ലോയി. നോക്കുക, വിക്കാരിയസ് ലയബിലിറ്റി refers to a situation where one party is held responsible for the actions or omissions of another, such as an employer being liable for the employee's conduct. അപ്പോൾ ഇതാണ് വിക്കാരിയസ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ലയബിലിറ്റി ഓഫ് ആൻ എംപ്ലോയർ ഫോർ ദ ആക്ട്സ് ഓഫ് ദർ എംപ്ലോയി. അടുത്ത് നോക്കുക, വാട്ട് ഇസ് ദ ടേം ഫിഡ്യൂഷ്യറി മീൻ ഇൻ ലീഗൽ കോണ്ടെക്സ്റ്റ്? എന്താണ് ഫിഡ്യൂഷ്യറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ഫിഡ്യൂഷ്യറി കൊണ്ട് ആ ലീഗൽ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കുക, എ പേഴ്സൺ ഇൻ എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് അതേഴ്സ് അസറ്റ്സ്. അതായത് മറ്റൊരാളുടെ അസറ്റ്സ് അത് മാനേജ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടുള്ള വ്യക്തി. ആ വ്യക്തിയിൽ ഈ പറയുന്ന മറ്റേ വ്യക്തിക്ക് എന്തുണ്ടാവും? വിശ്വാസവും ഉണ്ടാവും. അല്ലേ? അപ്പോൾ എ പേഴ്സൺ ഇൻ എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് അനദേഴ്സ് അസറ്റ്സ്, അതാണ് ഫിഡ്യൂഷ്യറി എന്ന് പറയുന്ന ലീഗൽ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, എ ഫിഡ്യൂഷ്യറി ഈസ് സമ്മൺ എൻട്രസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ടു മാനേജ് അനദേഴ്സ് അസറ്റ്സ് ഓർ ഇൻട്രസ്റ്റ് ആക്ടിങ് ഇൻ ദെയർ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറഞ്ഞ ഫിഡ്യൂഷ്യറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, വാട്ട് ഈസ് മീൻ ബൈ പാരൻസ് പാട്രിയെ? പാരൻസ് പാട്രിയെ എന്ന് പറയുന്ന ലീഗൽ ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് എന്തായിരിക്കും ആൻസർ? നോക്കുക, ദ സ്റ്റേറ്റ് ആസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദോസ് അൺഎബിൾ ടു കെയർ ഫോർ ദംസെൽസ്. സ്റ്റേറ്റ് തന്നെ സംരക്ഷണമാകുന്ന രീതി, അതിനെ നമ്മൾ പാരൻസ് പാട്രിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, പാരൻസ് പാട്രിയ ഈസ് എ ഡോക്ട്രിൻ വെയർ ദ സ്റ്റേറ്റ് ഹാസ് ദ അതോറിറ്റി ടു പ്രൊട്ടക്ട് സിറ്റിസൺസ് ഹു ആർ അൺഎബിൾ ടു പ്രൊട്ടക്ട് ദംസെൽസ് സച്ച് എസ് മൈനേഴ്സ് ഓർ ദ മെന്റലി ഇൻകാപ്പിസിറ്റേറ്റഡ്. അതായത് മൈനർ കുട്ടികൾ, അങ്ങനെയുള്ള അല്ലെങ്കിൽ മെന്റലി പ്രശ്നമുള്ള ആൾക്കാർ, അവർക്ക് സ്വയം അവരെ സംരക്ഷിക്കാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഒരു പ്രൊട്ടക്ടർ എന്ന രീതിയിൽ സ്റ്റേറ്റ് ആക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? പാരൻസ് പാട്രിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം, വിച്ച് ടൈം റെഫേഴ്സ് ടു ടെമ്പററി റിലീസ് ഓഫ് ആൻ അക്യൂസ്ഡ് പേഴ്സൺ അവൈറ്റിംഗ് ട്രയൽ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താ ജാമ്യം കിട്ടുക എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അതെന്തായിരിക്കും? ബെയിലാണ്. ഇതാണ് കറക്റ്റ് ആൻസർ, ബെയിൽ. Bail is a temporary release of an accused person awaiting trial, usually involving a sum of money as security. അടുത്ത്, which term refers to a legal wrong or violation of a civil right? എന്തായിരിക്കും? ടോർട്ട് എന്നാണ് ആൻസർ. ഏത് ടേമാണ് അല്ലെങ്കിൽ ഏത് ടേമാണ് റിഫർ ചെയ്യുന്നതിനെ? എ ലീഗൽ റോങ് ഓർ വയലേഷൻ ഓഫ് എ സിവിൽ റൈറ്റ്. ഒരു പൗരാവകാശത്തിനോട് ചെയ്യുന്ന ലംഘനം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു തെറ്റ്, അതിനെ നമുക്ക് ഏത് ടൈം ഇട്ടായിരിക്കും പറയാൻ പറ്റുക? ടോർട്ട് എന്നായിരിക്കും. അതാണ് ടോർട്ട്. ഓക്കെ, ടോർട്ട് ഈസ് എ സിവിൽ റോങ് ഫോർ വിച്ച് ദ ഇൻജേർഡ് പാർട്ടി ക്യാൻ ക്ലെയിം ഡാമേജസ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, വാട്ട് ഡസ് ദ ടൈം ഇൻ ലിമിനി മീൻ ഇൻ ദ ലീഗൽ കോണ്ടെക്സ്റ്റ്? ഇൻ ലിമിനി എന്ന് പറയുന്ന ആ ലീഗൽ ടൈം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? എ റിക്വസ്റ്റ് ടു ഡിസ്മിസ് എവിഡൻസ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇതാണ് a request to dismiss evidence. Okay, in limine refers to a motion made to the court before the trial begins, usually to dismiss certain evidence from being presented. ഇതാണ് in limine കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? a request to dismiss evidence. നോക്കുക, what does res ipsa loquitur mean? res ipsa loquitur എന്ന് പറയുന്ന ലീഗൽ ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. ഇതാണ് കറക്റ്റ് ആൻസർ. തെളിവിന് വേണ്ടി സംസാരിക്കുക, അല്ലേ? ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്,
അതാണ് ഈ പറയുന്ന റെസ് ഇപ്സ ലൊക്കേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, റെസ് ഇപ്സ ലൊക്കേറ്റർ ഈസ് എ ഡോക്ട്രിൻ ഇൻ ടോർട്ട് ലോ ദാറ്റ് അലോസ് ദ പ്രിസംപ്ഷൻ ഓഫ് നെഗ്ലിജൻസ് ബേസ്ഡ് ഓൺ ദ വെരി നേച്ചർ ഓഫ് ദ ആക്സിഡന്റ് ഓർ ഇൻജുറി. അതാണ് ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെസ് ഇപ്സ ലൊക്കേറ്റർ ആൻഡ് മീനിങ് ദ തിങ്സ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. ഓക്കെ, അടുത്തത് വാട്ട് ഇസ് ദ ലീഗൽ മീനിങ് ഓഫ് പെർജുറി. ഇത് കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൽ ചോദിച്ചതാണ്. പെർജുറിയുടെ അർത്ഥം ഈ ലീഗൽ ടൈം ചോദിച്ചതാണ്. എന്തായിരിക്കും പെർജുറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർജുറി എന്ന് വെച്ചാൽ ലൈയിങ് അണ്ടർ ഓത്ത്. അല്ലേ, ലൈയിങ് അണ്ടർ ഓത്ത്, അതാണ് പെർജുറി. നോക്കുക, പെർജുറി റിഫേഴ്സ് ടു ദ ക്രിമിനൽ ഒഫൻസ് ഓഫ് നോയിങ്ലി മേക്കിംഗ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ ഓത്ത്. നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത്, പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോഴാണ് പെർജുറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കുക, വാട്ട് ഈസ് ഫോഴ്സ് മെജർ ഇൻ കോൺട്രാക്ട് ലോ. ഫോഴ്സ് മെജർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോൺട്രാക്ട് ലോയിൽ ഫോഴ്സ് മെജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ആൻ അൺഎക്സ്പെക്റ്റഡ് ഈവന്റ് ദാറ്റ് ഫ്രീസ് പാർട്ടീസ് ഫ്രം ലയബിലിറ്റി. ലയബിലിറ്റിന്ന് ലയബിലിറ്റി ഉള്ള പാർട്ടികളെ ഫ്രീ ആക്കുക, അത് നമ്മൾ ഫോഴ്സ് മെജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൻ അൺഎക്സ്പെക്റ്റഡ് ഈവന്റ് ദാറ്റ് ഫ്രീസ് പാർട്ടീസ് ഫ്രം ലയബിലിറ്റി. ലാസ്റ്റ് നമുക്ക് നോക്കാം എക്സ്പ്ലനേഷൻ. ഫോഴ്സ് മെജർ refers to unforeseeable circumstances that prevent someone from fulfilling a contract like natural disasters. Okay. അടുത്തത്, what does pro bono mean in legal terms? എന്തായിരിക്കും? for public good എന്ന. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, പ്രോ ബോണൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഇത്രയും ലീഗൽ ടേംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ഇത് 30 ലീഗൽ ടേംസ് ആണ് മൊത്തത്തിൽ നമ്മൾ നോക്കിയത്. തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ടേംസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും പഠിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്, കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിലൊക്കെ ലീഗൽ ടേംസ് ചോദിച്ചിരുന്നു. ഉറപ്പായിട്ടും നമ്മുടെ ഈ പരീക്ഷയിലും ചോദിച്ചിരിക്കും. അതിൻ്റെ എണ്ണം കൂടാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 30 ലീഗൽ ടേംസ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഈ പറയുന്ന യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി നമ്മളൊരു ഫൈനൽ ക്രാഷ് കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള അല്ലെങ്കിൽ LSGS പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചേരാനും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.